ഇന്ന് നമ്മൾ വാടാനപ്പള്ളിയിലുള്ള ചിലങ്ക ബീച്ചിലാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ദേജാബ്ലൂവിൽ വെച്ചിട്ടാണ് ഷെഫിയുടെ കല്യാണം. ആ ബീച്ചിൻ്റെ ഫ്രണ്ടിലുള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം അവിടെ എത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒന്ന് ചുറ്റി കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി. പിന്നെ അവിടെയുള്ള സൈഡിലുള്ള ഒരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ എല്ലാം നടന്നുകൊണ്ടിരുന്നു കേട്ടോ. അവിടെ എന്താ പറയുക, നിറയെ തെങ്ങും തൈകളും പനി അങ്ങനെ കുറേ മരങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ പ്ലാവോ മാവോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. ഇതൊന്നും ഇവിടുത്തെ ആ ഒരു ഉപ്പുരസമുള്ള മണലിൽ ഈ തെങ്ങും ഇങ്ങനത്തെ ഉള്ള ചെടികളൊക്കെ എരിമരങ്ങളൊക്കെ ആയിരിക്കും വളരുന്നത്. അതുകൊണ്ടായിരിക്കും അത് മാത്രം അവർ കൂടുതൽ നട്ട് വളർത്തുന്നത് അവിടെ. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചു. കാരണം യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ. പിന്നെ അവർ പറഞ്ഞു, നമുക്ക് ചേച്ചി എന്നാൽ ഫുഡൊക്കെ പോയി കഴിക്കാം, എന്നിട്ട് പിന്നെ ഇനി രാത്രി വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് തന്നെ പോയി. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് പാട്ടും ഡാൻസും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു 10-11 മണിയായി. പിന്നെ എല്ലാവരും വിചാരിച്ചു കിടന്നുറങ്ങാമെന്ന്. കാരണം രാവിലെ എണീച്ച് ഞങ്ങൾക്ക് വീണ്ടും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ പോകണം. പിന്നെ ഞങ്ങളെല്ലാവരും രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് എല്ലാവരും എണീച്ചത്. എണീച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ആ കടൽ തീരത്തൊക്കെ പോയിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത കടകളിൽ പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കഴിച്ചു. പിന്നെ ഇനി എല്ലാവരും ഞങ്ങൾ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്ത് കറങ്ങാമെന്നുള്ളതിൽ ഓരോരുത്തർ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു. ബാക്കിയുള്ളവരെ ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ നിന്നു. അതിന് ശേഷം എല്ലാവരും കുളിച്ച് പുറത്തിറങ്ങി വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ അവിടുത്തെ സ്ഥലങ്ങൾ കാണാനുള്ള യാത്രയിലേക്ക് പോയി. ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ, ഈ കടൽ തീരത്ത് അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. അവർക്ക് നമ്മളിങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നമ്മളവിടെ സ്ഥലം കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടൊരു പ്രത്യേക സ്നേഹമാണ് അവർക്ക്. അവർ നമുക്ക് എന്താ എന്തെങ്കിലും വേണോ കഴിക്കാൻ എന്നൊക്കെ നമ്മൾ കുറച്ച് പേരിങ്ങനെ നടക്കുന്ന സമയത്ത് അവരിങ്ങനെ കാണുമ്പോൾ ചോദിക്കുക എന്തെങ്കിലും കട അന്വേഷിച്ച് നടക്കുകയാണോ, അങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും അവർ എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് അവിടെയുള്ള കടകളിലൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിന്ന് അടുത്ത സ്ഥലമൊക്കെ കണ്ടിട്ട് കുറേ സമയം അങ്ങനെ ടൈം പോയി. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ. വൈകുന്നേരമാണ് അവളുടെ കല്യാണ റിസപ്ഷൻ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഒരു കടയിൽ കയറിയിട്ട് നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം 4 മണിക്കാണ് നമുക്ക് അവളുടെ റിസപ്ഷൻ്റെ ടൈമുള്ളത്. അപ്പോഴത്തേനും ഇനി ഞങ്ങൾക്ക് ഒരുങ്ങിയിട്ട് അവിടേക്ക് പോവുകയും വേണമല്ലോ. പിന്നെ അവിടെ കരയിലൊക്കെ കയറ്റിയിട്ട് വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മുകളിൽ ചാടി കയറി ഞങ്ങൾ ഫോട്ടോ എടുത്തു. നല്ല രസമായിരുന്നു എന്തായാലും അന്നത്തെ ദിവസം അവിടെ. കടൽ കണ്ട പിന്നെ നമുക്കൊരു പ്രാന്താണല്ലോ. തിരമാല വന്ന് നമ്മുടെ കാലിലടിക്കുന്നതും നമ്മൾ വീണ്ടും വീണ്ടും തിരമാലേനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി പോണതും. കൂടുതൽ ഞാൻ ഉള്ളിലേക്കൊന്നും പോകാൻ നിന്നില്ല. കാര്യം വേറെ ഒന്നുമില്ല, എനിക്ക് നീന്താൻ അറിയില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോകും. പിന്നെ സമയമായപ്പോൾ ഞങ്ങളെല്ലാവരും വേഗം പോയിട്ട് ഒരുങ്ങി വന്നു. പിന്നെ അവിടെ ബാക്കിയുള്ളവർ വരുന്ന നേരം കൊണ്ട് കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ദേജാബ്ലൂവിലേക്ക് പോയി. ഇനി ദേജാബ്ലൂവിൻ്റെ അകത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. ഇതാണ് ദേജാബ്ലൂവിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഭാഗങ്ങൾ. ബാക്കി ഭാഗത്തൊക്കെ അവരവിടെ നിന്ന് മേക്കപ്പ് ചെയ്യുകയെല്ലാം ചെയ്യുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് കടലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് അപ്പോഴത്തേനാണ് ബിനിയുടെ അനിയത്തിയുടെ കുട്ടീനെ കണ്ടു. അവളേനെ കുറച്ച് നേരം എടുത്ത് കളിപ്പിക്കും ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ബിനി വന്നതിന് ശേഷം ബിനി ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. അന്ന് ഞങ്ങൾ കുറേ നാളത്തിന് ശേഷം എല്ലാവരും കൂടി കാണുമായിരുന്നു. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉൾവശം. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡെക്കറേഷനൊക്കെ. പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് അവിടെ ഉള്ളിൽ, നമുക്കത് കാണാം. River face. Kidio. 7. Okay, I will say the answer. Mugam. Okay, that is the correct answer. Next, 4. Hello. വീണയുമായ മനസ്സിൻ്റെ താമര പൂയിലുണർന്നവളെ പാടുകില്ലേ വീണ വീട്ടുകില്ലേ എൻ്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. ഇനി ചെക്കനെയും പെണ്ണിനെയൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കിനി അത് കാണാം കേട്ടോ. मेरे
ladies and gentlemen. നല്ലൊരു കൈയടി കൊടുക്കണം. Also we got the wonderful image. Yes, thank you so much. Once again, ഏറെ സ്നേഹത്തോടു കൂടി തന്നെ very happy to welcome today's the most beautiful bride. But again, ഡാൻസോട് കൂടി തന്നെ grand. അപ്പോൾ നമ്മുടെ ഹാജി സാദമാണ് ബൊക്കെ നൽകുന്നത് ഷഫീദയ്ക്ക്. അപ്പോൾ നല്ലൊരു കൈയടി കൊടുക്കാം. യെസ്, വളരെ റെഡിയാണോ? നിൽക്കണം. ആൻഡ് മുസ്ലിം ആൻഡ് ഷഫീദ് ആർ റെഡി? റെഡി അല്ലേ? ഐ ആം ഗോയിങ് ടു കൗണ്ട് ഹിയർ 3. വൺസ് അഗൈൻ നല്ലൊരു കൈയടി കൊടുക്കണം. പ്ലീസ് ഐ ഹാവ് ടു ഡു മൈ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡാൻസ് മുസ്ലിം ആൻഡ് ഷഫീദ. We have to share Okay, just cheers എന്ന് പറയാമോ? Just ഒന്ന് cheers. Okay. Going to taste the first sip of wine. They begin the new chapter, new journey. Yes. Ladies and gentlemen, put your hands together for this vibrant, beautiful, energetic couple. ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ കല്യാണത്തിന് മാല ഇടണം എന്നൊക്കെ. ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. ഇതേപോലെ ഇനിയും വീഡിയോസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം.